നവംബർ 27-ന് അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയായ കേടെക് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് വ്യക്തമാക്കി കോതമംഗലം രൂപത ജാഗ്രതാ സമിതി രംഗത്ത്. സ്ഥാപിത ലക്ഷ്യങ്ങളോടെ ഞായറാഴ്ചകൾ മാത്രം തെരഞ്ഞുപിടിച്ച് എല്ലാ പരിപാടികളും നടത്താനുള്ള സർക്കാർ നീക്കത്തെ ഭരണഘടനാപരവും നിയമപരവും ജനാധിപത്യപരവുമായ മാർഗങ്ങളിലൂടെ പ്രതിരോധിക്കാൻ ക്രൈസ്തവർ നിർബന്ധിതരാവുകയാണെന്നും പ്രസ്താവനയിൽ ജാഗ്രതാ സമിതി വിവരിച്ചു. അതേസമയം രൂപത ജാഗ്രതാ സമിതിയോട് ചേർന്ന KCBC പ്രോലൈഫ് കോതമംഗലം രൂപതാ സമിതിയും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കേരള സർക്കാർ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ തുടരുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചന നൽകി നവംബർ 27-ന് അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയായ കേടെറ്റ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി അറിയിച്ചു. നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന വിജ്ഞാപനമനുസരിച്ച് നവംബർ 26-നും 27-നുമാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളാക്കാനുള്ള സർക്കാരിന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായേ ഇതിനെ കാണുവാൻ കഴിയൂ. ഗാന്ധി ജയന്തി ആഘോഷം, ഫയൽ തീർപ്പാക്കൽ എന്നിവയ്ക്കെല്ലാം കരുതിക്കൂട്ടി ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കുന്നത് ബോധപൂർവമാണെന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ചാചരണം ക്രൈസ്തവരെ സംബന്ധിച്ച് സുപ്രധാനമാണ്. അന്നേ ദിവസം ഇത്തരത്തിലുള്ള പൊതുപരീക്ഷകൾ നടത്തുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളായ പരീക്ഷ എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, പലർക്കും പരീക്ഷ എഴുതാനും കഴിയുകയില്ല. കേടെറ്റ് പരീക്ഷ അധ്യാപക വിദ്യാർത്ഥികൾ മാത്രമല്ല, സർവീസിലുള്ള അധ്യാപകരും എഴുതുന്നുണ്ട്. ചുരുക്കത്തിൽ ആഴ്ചയിൽ 7 ദിവസവും പ്രവൃത്തി ദിവസങ്ങളാക്കുന്ന അവസ്ഥ വരികയാണ്. സ്ഥാപിത ലക്ഷ്യങ്ങളോടെ ഞായറാഴ്ചകൾ മാത്രം തെരഞ്ഞുപിടിച്ച് എല്ലാ പരിപാടികളും നടത്താനുള്ള സർക്കാർ നീക്കത്തെ ഭരണഘടനാപരവും നിയമപരവും ജനാധിപത്യപരവുമായ മാർഗങ്ങളിലൂടെ പ്രതിരോധിക്കാൻ ക്രൈസ്തവർ നിർബന്ധിതരാകുകയാണെന്നും കോതമംഗലം രൂപത ജാഗ്രതാ സമിതി പ്രസ്താവനയിൽ ഉന്നയിച്ചു. അതേസമയം രൂപത ജാഗ്രതാ സമിതിയോട് ചേർന്ന് KCBC പ്രോലൈഫ് കോതമംഗലം രൂപതാ സമിതിയും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇത് അനുവദിച്ചുകൂടാ എന്നും പ്രോലൈഫ് സമിതി അഭിപ്രായപ്പെട്ടു. ഷെയ്ക്യാന ന്യൂസ്, കൊച്ചി.